നമ്മളിന്ന് പറയാൻ പോകുന്നത് പാരീസിലെ നൈറ്റ് ലൈഫിനെ പറ്റിയിട്ടാണ് കേട്ടോ. നമ്മളിന്ന് ഫുൾ കറങ്ങിയത് നൈറ്റ് ആയിരുന്നു പാരീസിൽ. അപ്പം ഇന്ന് ഇവിടുത്തെ ഫുൾ നൈറ്റ് വ്യൂ എന്താണെന്നുള്ളതാണ് കേട്ടോ പറയാൻ പോകുന്നത്. പാരീസിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഡേ ടൈമിൽ പാരീസ് കാണുന്ന ഒരു വ്യൂ അല്ല നമുക്ക് നൈറ്റ് ടൈമിൽ കാണുമ്പോൾ കിട്ടുന്നത്. ഡേ ടൈമിൽ നമ്മൾ എല്ലാം കാണുന്നത് കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാത്തിനും ഒരേ ഷെയ്ഡായിരിക്കും. ഒരുപാട് ഗ്രേ ഷെയ്ഡ് നമുക്ക് തോന്നും. ഒരുപാട് ഇത് തന്നെ കാണുമ്പോൾ നമുക്ക് ഗ്രേ ഷെയ്ഡ് പോലെ തോന്നും. ബട്ട് നമ്മൾ നൈറ്റ് ആണ് പുറത്തിറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ആ വ്യൂ ഫുള്ള് ഈ കാണുന്ന എല്ലാ കൺസ്ട്രക്ഷനിലും ലൈറ്റിംഗ് ചെയ്തിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. നൈറ്റിൽ നമ്മൾ പാരീസ് കറങ്ങുമ്പോൾ കാണുന്ന ഒരു വിഷ്വല്. നിങ്ങൾ പാരീസിലോട്ട് ആരെങ്കിലും വരാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ട് നിങ്ങൾ നൈറ്റ് ഒന്ന് പാരീസിൽ ഇറങ്ങി കാണേണ്ടതാണ്. ട്രാൻസ്പോർട്ടേഷൻ എല്ലാം 1 മണി വരെ നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കും കേട്ടോ. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കറങ്ങി നടക്കാം. അതിനുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആയിരിക്കും. നൈറ്റിൽ നമ്മൾ ഈഫൽ ടവർ കാണുമ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫുൾ ലൈറ്റിങ് ചെയ്തിട്ടുണ്ടാവും എന്നത്തെയും പോലെ തന്നെ. ഈ ചെയ്തേക്കുന്ന ലൈറ്റിന്റെ കളറിലായിരിക്കും നമ്മൾ ഫുള്ളി ആ ഒരു സ്കൈയും ആ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം നമുക്ക് ആ ഒരു ഷെയ്ഡിലായിരിക്കും കാണാം. ഞങ്ങൾ പോയ അന്നൊരു യെല്ലോ ഷെയ്ഡായിരുന്നു. സോ നമ്മൾ ട്രെയിനിലാണ്, മെട്രോയിലായിരുന്നു പോയത്. മെട്രോയിൽ ഇരിക്കുമ്പോൾ ഒരു 3-4 സ്റ്റേഷൻ ഇപ്പുറത്ത് തന്നെ നമുക്ക് ആ ഒരു ഇതറിയാം, ഫീൽ ചെയ്യാൻ പറ്റും. ഈഫൽ ടവർ കാണാൻ പറ്റും. അതുകൊണ്ട് അതിന്റെ ലൈറ്റ് ഒത്തിരി ദൂരേക്ക് നമുക്ക് അത് റിഫ്ലക്ട് ചെയ്ത് കാണാൻ പറ്റും. അത് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാട്ടോ. നൈറ്റ് ടൈമിൽ ഈഫൽ ടവറിന്റെ താഴെ പോയി നിന്ന് അവിടുത്തെ വിഷ്വൽസ് ഒക്കെ കാണുന്നതും ഫോണിൽ പകർത്താനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അന്ന് നല്ല തിരക്കും ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യയിൽ ഡൽഹിയിലൊക്കെ പോയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കത് റിലേറ്റ് ചെയ്യാൻ ഒരുപാട് പറ്റും. അതിന്റെ താഴെ ഭാഗത്ത് ഭയങ്കര തിരക്കുണ്ടായിരുന്നു അന്നത്തെ ദിവസം. ചെറുകിട കച്ചവടക്കാര് കുഞ്ഞു കുഞ്ഞു കീ ചെയിൻസും കുഞ്ഞി സുവനീഴ്സ് ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കായിരുന്നു അത് അന്നത്തെ. ഈഫൽ ടവറിന്റെ ഈ ലോങ് വ്യൂ കാണുമ്പം നമുക്ക് ഈഫൽ ടവർ കത്തിപ്പിടിച്ച് നിൽക്കുന്ന പോലെ തോന്നുന്നില്ലേ? ഞാനൊരു സൈക്കോ തന്നെ. 25, the candle is 20. You have a bunch of stars there. Okay, what's your name? My name is Mark. Ah, okay, nice name. ജസ്റ്റ് ക്യൂട്ട് കുട്ടി. പാരീസ് ഈസ് ഫേമസ് ഫോർ പെർഫ്യൂംസ്. അതുപോലെ തന്നെ നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ എല്ലാത്തിനും. ഇതാണ് നമ്മുടെ ഈഫൽ ടവറിന്റെ തൊട്ട് താഴെ കാണുന്ന സ്റ്റോളുകൾ. കുടിക്കാനും കഴിക്കാനും ഉള്ളതടക്കം എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. ചോക്ലേറ്റ്സും പെർഫ്യൂംസും എല്ലാം ഉണ്ടായിരുന്നു. നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സിബിഷൻ സ്റ്റോൾ വൈബായിരുന്നു കേട്ടോ ഈ എല്ലാ സ്റ്റോളിനുള്ളത്. തണുപ്പ് കാലത്ത് നമ്മൾ ചായയും കാപ്പിയും കുടിക്കുന്ന പോലെ ഇവരെല്ലാം വൈൻ ചൂടാക്കിയാണ് കേട്ടോ കുടിക്കുന്നത്. അങ്ങനെ നടക്കുന്ന വഴിയിൽ ഫുള്ള് ഈ സ്റ്റോളുകളായിരുന്നു കേട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ ഫൈനലി ഈഫൽ ടവറിൻ്റെ തൊട്ട് താഴെയായിട്ട് എത്തിയിട്ടുണ്ട്. ഇതായിരുന്നു അവിടുത്തെ ആദ്യത്തെ വ്യൂ. താഴെ നിറച്ച് ആളുകളുണ്ടായിരുന്നു. എല്ലാവരും നൈറ്റ് ലൈഫ് വൈബ് പിടിക്കാൻ വേണ്ടിയിട്ട് നൈറ്റ് എല്ലാവരും റൗണ്ടപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതാ നമ്മുടെ മിന്നിത്തിളങ്ങുന്ന ഈഫൽ ടവർ. ഈ ഒരു അത്ഭുതത്തിൻ്റെ സൃഷ്ടാവാണ് കേട്ടോ പുള്ളി. ഫ്രഞ്ചുകാരൻ എഞ്ചിനീയർ ഈഫൽ ഗുസ്താവ്. പുള്ളിയാണ് ഈ മനോഹരമായ ഈഫൽ ടവർ നമുക്ക് ഉണ്ടാക്കി തന്നത്. പിന്നെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നൈറ്റ് ടൈമിൽ പോകുമ്പോൾ നമ്മൾ അധികം ക്യാരിങ് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. നമ്മൾ ബാഗ്സ് ഒന്നും ക്യാരി ചെയ്യരുത്. നമ്മൾ ആകെ ഒരു വാളറ്റും നമ്മുടെ ഡോക്യുമെന്റ്സും നമുക്ക് ആവശ്യം വേണ്ട ATM കാർഡ് ലൈക്ക് അങ്ങനെ എന്തെങ്കിലും മാത്രം വെക്കുന്ന ഒരു വാലറ്റും മാത്രം നമ്മൾ കയ്യിൽ വെക്കാൻ ശ്രദ്ധിക്കണം. വൈ? ബിക്കോസ് ഡേ ടൈമിലുള്ള അത്ര സെക്യൂരിറ്റി അതിന്റെ താഴെ ഒരിക്കലും നമുക്ക് നൈറ്റ് ടൈമിൽ കാണില്ല. അതുകൊണ്ട് അവിടെ ഒരുപാട് ക്രൗഡ് ഉണ്ടായിരിക്കും, ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ടവറിന്റെ താഴെയുള്ള ചെറുകിട കച്ചവടങ്ങളൊന്നും അവിടെ ലീഗലായിട്ട് നടക്കുന്നൊന്നുമല്ല. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള
കുഞ്ഞിപ്പാവൊക്കെ വിരിച്ചിട്ട് ആളുകൾ ഇരുന്ന് ഓരോന്ന് കച്ചവടം ചെയ്യുന്നതും നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്ത് നമ്മൾ വിളിക്കുകയൊക്കെ ചെയ്യും ഓരോന്ന് മേടിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ നമുക്ക് ഒത്തിരി കാണാൻ പറ്റും. അതൊന്നും ലീഗലി നടക്കുന്ന പരിപാടികളല്ല. പോലീസ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും കെട്ടിപ്പൊതിഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് ഓടുന്ന ഒരു വ്യൂ ആണ് കിട്ടിയത്. സോ നമ്മള് എപ്പോഴും അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈഫൽ ടവറിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു റിവർ ഉണ്ട്. ആ റിവറിൽ നമുക്ക് ഒരുപാട് ഈ റെസ്റ്റോറൻറ്റുകൾ നടത്തുന്ന ബോർഡ്സ് അവിടെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ടാവും. എപ്പോഴും നമുക്ക് അവിടെ കയറി ഫുഡ് കഴിക്കാനുള്ള അതൊരു നമുക്ക് പ്രത്യേക ഫീൽ ആയിരിക്കും. ഒഴുകുന്ന പുഴയിൽ നിന്ന് അവിടെ ഇങ്ങനെ ബോട്ടിനകത്ത് ഇരുന്ന് ഒന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക ഫീൽ ആയിരിക്കും. അതിനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ഇങ്ങനെ താല്പര്യമില്ലാത്ത ആളുകളാണെന്നെങ്കിൽ ഓടുന്ന ബസ്സിലിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. നമ്മൾ എല്ലാ ബസ് സ്റ്റോപ്പിലും ബസ് നിർത്തുന്ന പോലെ തന്നെ റണ്ണിങ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അവിടെ. നമുക്കൊരു സ്റ്റേഷനിൽ നിന്ന് കയറി ഫുൾ ആ പാരീസിന്റെ വ്യൂ ഫുൾ നമുക്ക് കവർ ചെയ്തിട്ട് ഈഫൽ ടവറിന്റെ താഴെ സിറ്റി ഫുൾ കവർ ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു ഡിന്നർ കഴിക്കാനുള്ള ഒരു ഓപ്ഷനും അവിടെ ഉണ്ട്. ഞങ്ങൾ അതും കണ്ടായിരുന്നു കേട്ടോ അവിടെ. അതിന് കുത്തി. Okay. ഇവിടെ ഇന്ന് ഈ രാത്രി കച്ചവടം ചെയ്യുന്നവരെല്ലാവരും പകൽ സമയങ്ങളിൽ വേറെ മറ്റു പല ജോലികളും ചെയ്ത് രാത്രി സമയത്ത് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ജോലികൾ ചെയ്ത് ഉപജീവനം നടത്തുന്ന ആൾക്കാരാണ് കേട്ടോ. ഈ ഒരു സീൻ ഹോളിവുഡ് മൂവീസൊക്കെ കാണുന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് പരിചയമുള്ള ഒരു വ്യൂ ആയിരിക്കും കേട്ടോ. നമ്മൾ ഒരുപാട് സിനിമകളിലും ഫ്രാൻസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ സിനിമകളിലും ഈ ഒരു ഷോട്ട് എപ്പോഴും ഉണ്ടാവുമായിരിക്കും. ഞാൻ ഒരുപാട് നെറ്റ്ഫ്ലിക്സ് മൂവീസിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. ഇതാണ് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിരുന്ന റണ്ണിങ് റെസ്റ്റോറൻറ്റ്സ്. ഇതിനകത്ത് ഫുൾ തിരക്കായിരുന്നു കേട്ടോ. ആളുകളെല്ലാവരും അതിനടുത്ത് തന്നെ ആയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റണ്ണിങ് ബസ് റെസ്റ്റോറൻറ്റ്സ് കേട്ടോ. അതിൻ്റെ സ്റ്റോപ്പായിരുന്നു അവിടെ. അവിടെ നിന്ന് 1-2 ആളുകൾ കയറി അങ്ങനെ ആ ബസ്സിന് കറങ്ങി തിരിഞ്ഞ് വീണ്ടും തിരിച്ചുവിടെ എല്ലാവരും ഇവിടെ നിന്ന് ഇറക്കുന്നതായിരിക്കും കേട്ടോ. രാത്രി ഒരുപാട് സമയമായിട്ടും അത്രയും തിരക്കായിരുന്നു കേട്ടോ അവിടെ. ഈഫൽ ടവറിന്റെ താഴെ തൊട്ട് 2nd ഫ്ലോർ വരെ നമുക്ക് ലിഫ്റ്റ് അവൈലബിൾ ആണ് കേട്ടോ. ലിഫ്റ്റും ഉണ്ട്, നമുക്ക് സ്റ്റെയറും ഉണ്ട്. സ്റ്റെയർ ഡേ ടൈമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, നൈറ്റിൽ അത് ക്ലോസ് ചെയ്യും. ബട്ട് ലിഫ്റ്റ് നമുക്ക് നൈറ്റ് ടൈമിലും ഉണ്ട്. അതിന് €20 സംതിങ് ആണ് പേയ്മെന്റ് വരുന്നത്.
അപ്പോൾ നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു നൈറ്റ് ലൈഫ് സ്പോട്ട്, നിങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ട് ഏതാണെന്നുള്ളതൊന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ.